എന്റെ പൈസ കളഞ്ഞ് ഞാൻ മത്സരിച്ചോ? അത് ഞാൻ പറയുന്നല്ലോ, എന്റെ വണ്ടി ഞാൻ വിറ്റെന്ന്. പച്ചക്കള്ള പറയുന്നത്. നിങ്ങളിപ്പോ എന്നെ എതിർക്കുന്ന ഒരു കാര്യമില്ല. അവിടെ സാബു ജേക്കബ് എന്ന് പറഞ്ഞ പെരുങ്കള്ളൻ രക്ഷപ്പെടുക. അഖിൽമാരാണോ സത്യം, സാബു ജേക്കബാണോ സത്യം? ഇവിടെ അഖിൽമാരാർ എന്ത് പറഞ്ഞാലും അവിടെ കൊട്ടാരക്കരയിൽ ബാലഗോപാൽ ജയിക്കുന്നത് 1000 ചില്ലുവാന വോട്ടുകൾക്ക് മാത്രമാണ്. ഒരുപക്ഷെ കൊട്ടാരക്കരയിൽ അഖിൽമാരാർ ആയിരുന്നെങ്കിൽ ഇപ്പൊ ഇവിടെ ഇരിക്കുന്നത് കോൺഗ്രസ് ഒരു സാമാജികനായിരുന്നു. കൊടുക്കുന്നിൽ വെട്ടിയതാണോ? എനിക്കറിയില്ല. അഖിൽമാരാർ പറയുന്നതാണല്ലോ. അപ്പുറത്ത് ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല. പക്ഷെ അഖിൽമാരാർ കൊട്ടാരക്കര കോൺഗ്രസിൽ മത്സരിക്കാതിരുന്ന ഒരു കണക്കിന് നന്നായി. ഇതുകൊണ്ടാണ്. കാരണം സവർക്കറെ ആരാധിക്കുകയും ഗാന്ധിയെ ഇഷ്ടപ്പെടാതിരിക്കുകയും ചെയ്യുന്ന അഖിൽമാരാർ ഒരിക്കലും കോൺഗ്രസിന്റെ MLA ആയിരിക്കാൻ യോഗ്യനല്ല. പോയി ചത്തുടേടാ. അഖിൽമാരാറിന്റെ ഇപ്പോഴത്തെ അവസ്ഥ പരിചയമില്ലാത്ത ആൾക്കാരെ വിളിച്ച് തെറി വിളിക്കാം. അത് ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനൊക്കെ കയറി ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് ആൾക്കാരെ വെറുപ്പിക്കുമ്പോ ആലോചിക്കണോ? ഇപ്പൊ ശരിക്കും ഏതാ പാർട്ടി? സ്വതന്ത്രൻ. എപ്പോഴും സ്വതന്ത്രനാ. കഴിഞ്ഞ 8 വർഷം, ആക്ച്വലി 8 വർഷമായിട്ട് സ്വതന്ത്രൻ. ആ സ്വതന്ത്രനിൽ നിന്ന് ഒരു സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിച്ചത് മാറ്റി നിർത്തിയാൽ ഒരു സ്വതന്ത്ര ഇന്ത്യൻ പൗരൻ. പാർട്ടിയൊന്നുമില്ല. ഇനി ഒരു പാർട്ടിയിലും ചേരാൻ ഉദ്ദേശിച്ചു. പക്ഷേ ഞാൻ കള്ളം പറയുകയില്ല, അത് മറ്റൊരു സത്യം. അല്ല, എന്നാൽ ഗാന്ധിയേക്കാൾ ഇഷ്ടം സവർക്കറെയാണ്. അത് നമുക്ക് ഇഷ്ടപ്പെടാമല്ലോ. അങ്ങനെ ഞാൻ ഗാന്ധിയെ വെറുക്കുന്നില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തെ എതിർക്കുന്നില്ല. എനിക്ക് ആരാധന തോന്നുന്നത് ഗാന്ധിയേക്കാൾ ഞാൻ സവർക്കർ എന്നല്ല പറഞ്ഞത്, സുഭാഷ് ചന്ദ്രബോസ് എന്നാണ്. നിങ്ങൾ തെറ്റി. ഞാൻ സവർക്കറെ നിങ്ങൾ പറയുന്ന സ്വാതന്ത്ര്യ സമര സേനാനി എന്ന ഒരു പോയിന്റിൽ സവർക്കറെ തള്ളി പറയുക, അദ്ദേഹത്തിന്റെ രാജ്യസ്നേഹത്തെ ചോദ്യം ചെയ്യുക, ഈ ഒരു പോയിന്റിൽ മാത്രം എനിക്ക് സവർക്കറെ തൊട്ടാലോ? ശ്യാമളൻ സാറിന് നല്ല ഉഷാറിലാണല്ലോ. ആളെ കണ്ട അവന്റെ തലക്ക് ഭ്രാന്താണെന്ന് അറിയത്തില്ലേ? ബ്രിട്ടന്റെ അടിമ എന്ന് ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന് അടിമയല്ലാത്ത നല്ല ഒന്നാം തരം സ്വാതന്ത്ര്യ സമര സേനാനുള്ള രാജ്യമാണ്. അവിടെയാണ് അടിമയെ പറ്റി ആ ചർച്ചയിലേക്ക് പോയ നമുക്ക് ഇഷ്ടമാണ്. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതല്ല, ഞാൻ സവർക്കറിന്റെ ബ്രിട്ടീഷുകാർ അടിമ എന്ന് വിളിച്ചത് ഒരു സവർക്കർ ആരാധന ചേർന്നാണോ? ബ്രിട്ടന്റെ അടിമ എന്ന് പറഞ്ഞാൽ എന്താ, നല്ലതെന്നാണോ? മോശമാണ്. മോശമല്ലേ? അല്ല, അദ്ദേഹത്തെ നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയുള്ള ഒരാൾ അടിമയാക്കി വെക്കുക, വീട്ടുതലങ്ങളിൽ അടിമയാക്കി വെക്കുക പറഞ്ഞാൽ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്നവനെയാണ് അടിമ എന്ന് പറയുന്നത്. അദ്ദേഹം മാപ്പ് എഴുതി കൊടുത്താണ് സ്വയം അടിമയായതല്ലേ? അങ്ങനെ അടിമയാവും. പറ്റുമോ? ഞാൻ ഒരു സിമ്പിൾ ചോദ്യം ഞാൻ ചോദിക്കുന്നത് അഖിൽമാരാർ ഒരു ദേശീയവാദിയാണ്, ദേശസ്നേഹിയാണ്, ബ്രിട്ടനെതിരാണല്ലോ. അപ്പൊ ബ്രിട്ടന് മാപ്പ് എഴുതി കൊടുത്ത് ബ്രിട്ടന്റെ അടിമയായിട്ട് പിന്നീട് ദേശീയ സമരത്തെ ഒറ്റുകൊടുക്കുകയും ഒക്കെ ചെയ്ത തള്ളിപ്പറയൊക്കെ ചെയ്ത സവർക്കർ ഹീറോ ആണോ നിങ്ങളുടെ? ഞാൻ 2 കാര്യം പറയാം. അതായത് ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ക്വിറ്റ് ഇന്ത്യ സമരത്തെ ഒറ്റുകൊടുത്തു. ഒറ്റുകൊടുത്തതിന്റെ നേട്ടങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കിട്ടുമ്പോൾ ഇവിടെ മാപ്പ് കൊടുത്തു, അല്ലെങ്കിൽ മാപ്പ് നിരവധി തവണ എഴുതി കൊടുത്തു. ഇപ്പം നമ്മൾ സ്വാഭാവികമായിട്ട് ഒരാൾ ഒരു തവണ മാപ്പ് കൊടുത്താൽ ഇവൻ കുഴപ്പമില്ലാത്തവനാണെങ്കിൽ ക്ഷമിച്ചേക്കാം. ബ്രിട്ടനും ക്ഷമിച്ചില്ലല്ലോ. അതുകൊണ്ടായിരിക്കുമല്ലോ 9 പ്രാവശ്യം എഴുതി കൊടുത്തത്. ഒരാൾ റിപ്പീറ്റ് ആയിട്ട് മാപ്പ് കൊടുത്തിട്ട് ബ്രിട്ടന് ക്ഷമിക്കണ്ട എന്ന് തോന്നുന്നെങ്കിൽ അവൻ എനിക്ക് ശല്യമാണെന്ന് ബ്രിട്ടന് തോന്നി കാണുമേ? അല്ല, അത് ബ്രിട്ടീഷുകാരുടെ അവരുടെ ഒരു ഒഫീഷ്യലിനെ കൊന്ന കേസിലാണ് ശിക്ഷിക്കപ്പെട്ടത്. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ടല്ല. ഞാനൊരു കോമാളിയായോടാണല്ലോ. ആൻഡമാൻ ജയിലിൽ കിടന്നാണെങ്കിൽ 32 വർഷം ആൻഡമാൻ ജയിലിൽ കിടന്ന് മരിച്ച അനുഭവിച്ച മനുഷ്യന്റെ പേരറിയോ? ആരാണ്? രാജ്പുരോഹിത് അല്ലേ? അല്ല, ഒന്ന് ആ പേര് കൂടി പഠിച്ചിട്ട് വേണം സവർക്കറെ ആരാധിക്കാനായിട്ട്. ഒരു സജഷൻ ഉണ്ട്. മൗലാന അലാവുദ്ദീൻ ഹൈദർ അലി. അദ്ദേഹം അല്ല, താങ്കൾ നേരത്തെ പറഞ്ഞ ഒന്നാം സ്വാതന്ത്ര്യ സമരം 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം മക്ക മസ്ജിദിലെ ഇമാമായിരുന്ന അദ്ദേഹം 500 ആളുകളെ കൂട്ടി സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത അദ്ദേഹത്തിന്റെ പേര് സ്മരിക്കാത്ത താങ്കൾ ബ്രിട്ടന് മാപ്പ് എഴുതി കൊടുത്ത് അദ്ദേഹത്തിന്റെ അടിമയായ സവർക്കർ ഞങ്ങളുടെ വീരപുരുഷനാകുമ്പോ അദ്ദേഹത്തെ നിങ്ങൾ ആക്ഷേപിച്ചാൽ നാളെ മുതൽ അദ്ദേഹത്തിന് വേണ്ടി വാദിക്കാം. നിങ്ങൾ നീ ഒന്ന് ഭൂമിയിലേക്ക് ഇറങ്ങിക്കിട്ടാൻ കാത്തിരിക്കുകയാണ്. ആക്ഷേപിക്കുന്നതൊക്കെ കേൾക്കണം. ആരെ? മൗലവിദന്റെ പേര് പറ. അദ്ദേഹത്തെ നിങ്ങൾ ആക്ഷേപിക്കൂ. അപ്പൊ ഞാൻ പറയാം, ഞാൻ അദ്ദേഹത്തെ കുറിച്ച് പഠിക്കും. ഞങ്ങൾ ആക്ഷേപിക്കില്ല. ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ പോരാടി മരിച്ച ഒരു മനുഷ്യനെ ഞങ്ങൾ ആക്ഷേപിക്കില്ല. പക്ഷെ ബ്രിട്ടന് ഈ രാജ്യത്തെ ഒറ്റുകൊടുത്ത, മാപ്പ് എഴുതി കൊടുത്ത സവർക്കറെ ആരാധിക്കാൻ സാധിക്കില്ല. ഇന്ത്യയിലെ ഏറ്റവും മികച്ച പ്രധാനമന്ത്രിയായി വിശേഷിക്കപ്പെട്ടിട്ടുള്ള ഇന്ദിരാഗാന്ധി എന്തിനായിരിക്കാം 70-ൽ സവർക്കറെ അംഗീകരിച്ചും ആദരിച്ചും കൊണ്ട് സ്റ്റാമ്പ് ഇറക്കിയത്? എനിക്ക് എത്ര തന്ത ഉണ്ടെന്നാണ് നിന്റെ വിചാരം? അത് വലിയ പിടിയില്ല. ഒരു ക്ലൂ തരാമോ? ഞാൻ ചോദിക്കട്ടെ, ഇന്ദിരാഗാന്ധിയാണോ സ്റ്റാമ്പ് അടിക്കുന്നയാള്?
ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് തടയാമല്ലോ ഈ രാജ്യത്തിന് ദ്രോഹം ചെയ്ത ഗാന്ധി. അല്ല, അപ്പൊ അത് പിൻവലിക്കാം. അപ്പൊ അങ്ങനെ വന്നാൽ പിൻവലിക്കാം. ഇപ്പൊ നമ്മളിപ്പം PM ശ്രീയിൽ നിന്ന് കോൺഗ്രസ് ആദ്യം PM ശ്രീയിൽ ചേരുന്നു എന്നൊരു തീരുമാനം വരുന്നു. ആദ്യം അത് ഇടതുപക്ഷം PM ശ്രീ ചേരുന്നു എന്ന് കോൺഗ്രസ് പറഞ്ഞിട്ടേ ഇല്ല. അതെ, അതായത് ഇടതുപക്ഷത്തിന്റെ ഒപ്പ് ഇട്ടതിനെ തുടർന്ന് ഞാൻ പറഞ്ഞല്ലോ ഒരു അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണല്ലോ നിന്റെ ജീവിതം. ഞങ്ങൾക്ക് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകേണ്ടി വരുന്നു എന്നൊരു നിലപാടെടുത്തപ്പോൾ കേന്ദ്രം പറയുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്മാറാം എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ ഇദ്ദേഹം പിന്മാറാൻ തീരുമാനിക്കുന്നു. വേണമെങ്കിൽ മുന്നോട്ട് പോകാം. പിന്മാറുന്നു എന്ന് പറയുന്നതാണ് നിലപാട്, മുന്നോട്ട് പോകുന്നു എന്ന് പറയുന്നതല്ല നിലപാട്. അഖിൽ നിലപാടെന്ന് പറയുകയും ചെയ്യും. പക്ഷേ അഖിൽ യുവമോർച്ചക്കാരനായിരുന്നു, അതിനു മുമ്പ് യൂത്ത് കോൺഗ്രസ്കാരനായിരുന്നു, പിന്നീട് കോൺഗ്രസ്. ഞാൻ ഇതുപോലെ അങ്ങോട്ട് വരട്ടെ, എന്നിട്ട് ഇങ്ങോട്ട് പോരട്ടെ, അങ്ങോട്ട് വരും, ഇങ്ങോട്ട് വരും, അങ്ങോട്ട് വരും, ഇങ്ങോട്ട് വരും, അങ്ങോട്ട് വരും. പിന്നീട് NDA ക്യാമ്പിലാവും. യഥാർത്ഥത്തിൽ അഖിൽ നിലപാടെന്നതിനെ പറയുന്നതിനെ പറ്റി അല്ല, അഖിലിന്റെ നിലപാട് ഞാൻ ഇങ്ങനെ നോക്കിയപ്പോ അഖിൽ പറഞ്ഞത് പാവപ്പെട്ടവർക്ക് വേണ്ടി പോരാടാൻ വേണ്ടിയിട്ടാ രാഷ്ട്രീയത്തിൽ വന്നു. പക്ഷെ ഇതേ അഖില് തന്നെ അഖിലിന് സ്ഥാനം കിട്ടിയില്ലെന്നും പണം കിട്ടിയില്ലെന്നും പണം വീതം വെച്ചതിലും കിട്ടിയില്ല അങ്ങനെ ഞാൻ പറഞ്ഞിട്ടേ അഖില് തന്നെ ആശ്മിയോട് പറയണ്ട. അഖിലിന് പൊളിറ്റിക്സ് ഒരു പ്രൊഫഷൻ ആണെന്ന്. പൊളിറ്റിക്സ് ഒരു പ്രൊഫഷനായിട്ട് കാണുന്ന ഒരാൾ എങ്ങനെയാണ് പാവപ്പെട്ടവർക്ക് വേണ്ടി പോരാടുക? ഞാൻ പറയാം. അല്ല, പാവപ്പെട്ടവർക്ക് പോരാടാൻ രാഷ്ട്രീയമാണോന്നില്ലോ ഉണ്ടോ? വേണ്ട. പിന്നെന്തിനാണ്? പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ. പൈസ കിട്ടുന്നില്ല. ഞാൻ പറയാം. അഖിലിന് പാവപ്പെട്ടവരെ സഹായിക്കാൻ രാഷ്ട്രീയത്തിൽ വരണമെന്നുണ്ടോ? ഞാൻ ഒരുപാട് പോലീസ് സ്റ്റേഷനുകളിലും ഒരുപക്ഷെ ഞാൻ പ്രവർത്തിച്ച ചുരുങ്ങിയ സമയം വില്ലേജ് പഞ്ചായത്ത് സെക്രട്ടറി പിടിച്ച് പൂട്ടിയിട്ടതിന്റെയും വില്ലേജ് ഓഫീസറെ ഉപരോധിച്ചതിന്റെയും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിൽ പോയിട്ട് പ്രശ്നം ഉണ്ടാക്കിയതിന്റെ ഒക്കെ കേസുകൾ എനിക്ക് ഒരുപാടുണ്ട്. അന്ന് ഞാൻ പോയി ഇത് ചോദ്യം ചെയ്യുമ്പോൾ നീ ആരടാ എന്നൊരു ചോദ്യമുണ്ട്. ഇത് ചോദിക്കാൻ നീ ആരടാ? ഞാൻ നിയമസാമാജികനായി ചെന്നാൽ ഇവൻ ആ ചോദ്യം ചോദിക്കുവോ? എന്റെ ഈ സംശയം എന്റെ ജനങ്ങൾക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും സംഘടനാ ബലമില്ലാത്ത കുട്ടികൾ ഈ രാജ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയെ രാജിവെപ്പിച്ച കാലത്താണ് അഖിൽ പറയുന്നത് അഖിൽ നിയമസാമാജികനായി ചെന്നാൽ മാത്രമേ ഒരു കാര്യത്തിൽ തീരുമാനം എടുക്കാൻ പറ്റൂ. വിദ്യാർത്ഥി സമരത്തിൽ അഖിൽ രണ്ട് നിലപാട് പറഞ്ഞു. ഒരു വീഡിയോയിൽ തന്നെ അനുകൂലിക്കാൻ പ്രതികൂലിക്കുക, അങ്ങനെ നിലപാട് പറയാൻ പറ്റുക? അശ്മി, നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അഖിൽ ഒറ്റ വീഡിയോ അനുകൂലിക്കുകയും ചെയ്യും, അവസാനം വരുമ്പോഴേക്കും അതിനെതിരുവാണ്. ഞാൻ 2020 രാജി വെച്ചിട്ടില്ല. ഞാൻ ഇന്ത്യയുടെ ഭാഗമായി നിൽക്കുന്ന സമയത്താണ് ഈ സമരം വരുന്നത്. അതെ. ഞാൻ ആദ്യം ഒരു കവിത എഴുതി. നിങ്ങളൻ കണ്ണുകൾ ചൂഴ്ന്നെടുക്കൂ, നിങ്ങളൻ നാവിന്റെ വേരിറക്കൂ, നിങ്ങളൻ കർണ പടമധ്യ ഭാഗത്ത് കൂടത്തിനാലും നാഞ്ഞടിക്കൂ, ആർത്തിരമ്പുന്നൊരു പ്രതിഷേധ കടലിനെ തല്ലി ഒതുക്കുവാൻ നോക്കിടല്ലേ, നിങ്ങളുടെ ധാർഷ്ട്യവും ധിക്കാരവും തൂത്തെറിയാനായി ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ആദ്യം ഞാനൊരു കവിത എഴുതി പോസ്റ്റ് ചെയ്യുന്നു. ഈ കുട്ടികൾ ഞാൻ ചോദിക്കുന്നത് അഖിൽ രാജ്യദ്രോഹിയാണെന്ന് വിചാരിക്കുന്നു. രാജ്യദ്രോഹി ആക്കിയിട്ടുണ്ട്. എനിക്ക് വേണ്ടി വാദിക്കാൻ ആക്കിയോ എന്നുള്ളതല്ല, നിങ്ങൾ രാജ്യദ്രോഹിയാണെന്ന് വിചാരിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞത് നമ്മൾ ആരും രാജ്യദ്രോഹികളല്ല. പക്ഷേ BJPയുടെ രാഷ്ട്രീയത്തെ എതിർക്കുന്ന രാജ്യദ്രോഹികളാണ് എന്നൊരു തോന്നൽ അഖിലിന് എങ്ങനെയാണ് വരുന്നത്? ഇത് ഞാൻ ഈ പട്ടി വൈക്കോലി കയറി കിടക്കുന്നത് കേട്ടിട്ടില്ലേ? തിന്നയില്ല തീറ്റിക്കയില്ല. ആ ഒരു പരിപാടി നമുക്ക് പിടിക്കാം. കാഷ്വലി നമ്മൾ തമ്മിലൊരു വാദപ്രതിവാദത്തിന് വേണ്ടി ഞാൻ പറയുന്ന ഒരു കാര്യമല്ല. എല്ലാവർക്കും വളരാൻ ഒരു വളം വേണം. എല്ലാവർക്കും. BJPക്ക് വളരണമെങ്കിൽ ദേശീയത വേണം, ഹിന്ദു മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ ഭിന്നത വേണം. ഇതില്ലെങ്കിൽ ഇവർ വരുത്തി തീർക്കും. ദേശീയതയും ഹിന്ദു മുസ്ലിം വിഭാഗീയതയും തന്നെയാണ് BJPയുടെ അടിസ്ഥാന വളം. പക്ഷേ അവർ ചെയ്യുന്ന വികസന കാര്യങ്ങളെ ഞാൻ അതിന്റെ പേരിൽ എതിർക്കണോ? അഖില് കാണുന്ന ഒരു വികസനം എന്താ? ഉത്തർപ്രദേശും കേരളവും കമ്പയർ ചെയ്യും. എന്താണ് നിങ്ങൾ കാണുന്ന വികസനം? ഓരോ മസില് മാത്രമേ ഉള്ളൂ, ബ്രെയിൻ ഇല്ലാന്ന് തോന്നുന്നു. മണ്ടൻകുണ്ടയാ. കൊറേ പൊണ്ണത്തടിയൊക്കെ ഉണ്ടെങ്കിലും ആള് വെറും മണ്ണുണ്ണിയാ. സ്റ്റേറ്റിന്റെയും ഡെവലപ്മെന്റ്സിനെ നമ്മൾ എണ്ണി അതിനകത്ത് പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ ഇതിനെ നിസ്സാരവൽക്കരിച്ച് തള്ളി പറയരുത്. അല്ല, ഞാൻ ചോദിക്കുന്നത് അഖിൽ തൃക്കാക്കര പോലെ ഒരു മണ്ഡലത്തിൽ മത്സരിച്ച NDAയുടെ സ്ഥാനാർത്ഥിയായിരുന്നു. തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ വരുമ്പോ അഖിലൊരു ഇതെല്ലാം പറയാം. പക്ഷെ അതിനുള്ള വേദി അല്ല എന്ന് കരുതുകൊണ്ടാണ് കോൺടാക്ട് ഡീറ്റെയിൽ ആക്കുന്നത്. എനിക്കറിയാൻ പാടില്ല, ഞാൻ മരുന്ന് ഒഴിക്കേണ്ടതാണ്. വയസ്സുകാലത്ത് ഓരോരുത്തന്മാരുടെ ഓരോ പൂതികളെ എനിക്കതല്ല തലക്കോളം കിറക്കഞ്ഞ മറ്റന്മാർ ഇങ്ങനെ കാണിച്ചു. 1950 കോൺഗ്രസ് ഭരണം തുടങ്ങിയല്ലോ. ഈ കാട്ടിൽ പോയി വിറകൊടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് വിറക് കത്തിച്ച് അതിന്റെ പേരിൽ അപകടത്തിനിരയാവുന്ന ശൗചാലയമില്ലാത്ത സ്ത്രീകളുടെ പേരിൽ BJP ഒരു ഗ്യാസ് സ്റ്റവ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ LPG കൊടുക്കുന്ന സമയത്ത് ഇവിടെ പരിഹാസമായിരുന്നു. 1 രൂപ പെട്രോളിന് കൂട്ടുന്ന സമയത്ത് നമുക്ക് പരിഹാസമായിരുന്നു. കാര്യം എന്താ? നമ്മൾ ഇതെല്ലാം കണ്ടു വളർന്നവനാ. നമ്മുടെ ഒന്നും വീട്ടുകളിലെ കുട്ടികള് ഒരു സ്ത്രീയും പുറത്തു പോയിരുന്നിട്ട് സാഹചര്യം വന്നിട്ടില്ല. ആ കേരളത്തിൽ നിന്നുകൊണ്ട് മറ്റ് BJP വികസനം പറയാ. അതിന്റെ ഗുണ
എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. വെറുതെ പറയാണ്. അതിന്റെ ഗുണം ആർക്കാ? അതിന്റെ നേട്ടം ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിക്കാർക്കാ? ഇവിടെ രാജാക്കന്മാരെ അഖില ഒരു സ്ഥലത്ത് ഈ നാടിനുണ്ടായ കാഴ്ചപ്പാട് കേരളത്തിന് പുറത്ത് രാജാക്കന്മാർ ഭരിച്ചിട്ടില്ലേ? കേരളത്തിന് പുറത്ത് രാജാക്കന്മാർ ഭരിച്ചിട്ടില്ലേ? ശ്രീനാരായണ ഗുരുവിന് നന്ദി പറ, അയ്യങ്കാളിക്ക് നന്ദി അതൊക്കെ നമുക്ക് പറയാം. ചോദിക്കുന്നത് ഇവിടുത്തെ കാഴ്ചപ്പാടും ദീർഘവീക്ഷണം ഉണ്ടായിരുന്ന കേരളം എന്തുകൊണ്ട് കേരളത്തെ ഭരണാധികാരികൾക്ക് നന്ദി പറ. അല്ലാതെ ഇതെല്ലാം 57 EMS തലയെ കൊണ്ട് വെച്ചു കൊടുക്കുക. അങ്ങനെ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് LDF UDF കേരളം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ദ ഇന്ത്യ വേറിട്ട് നിൽക്കുന്ന സംസ്ഥാനമാണ്, വികസിത സംസ്ഥാനമാണ്. ആ സംസ്ഥാനത്തോട് നമുക്ക് മറ്റൊരു സംസ്ഥാനത്തേക്ക് നോക്കിക്കൊണ്ട് അത് നോക്കി പഠിക്കുമെന്ന് കാണിക്കുന്ന ഒറ്റ പോയിന്റ് അകലെ ചൂണ്ടിക്കാണിക്കുന്നില്ല. എന്നാൽ ഇവിടുത്തെ ഒരു IIM, ഇവിടുത്തെ ഒരു IIT, ഇവിടുത്തെ കൊള്ളാവുന്ന മെഡിക്കൽ കോളേജുകൾ ചോദിക്കാണ്. നീ പോടേ, പല കൂലി കിട്ടുന്ന ജോലിക്ക് പോടേ. ഒരു സംസ്ഥാനം ചൂണ്ടിക്കാണിച്ച് ഇത് കേരളത്തെക്കാൾ മെച്ചപ്പെട്ട BJP പറയൂ. ഒരു വാക്ക് പറയൂ. അതിനു മുമ്പ് അഖില് പറഞ്ഞ ഞാൻ മറുപടി പറയാം. അത് ഒരുപാടുണ്ടെന്നേ. ഒന്നുമില്ല, അത് ഒരുപാട് പറയാനുണ്ട്. ഒരു സംസ്ഥാനം ഞാൻ പറയാം. യുപിയോ യുപിയിലേക്ക് ബീഹാറോ പോയി കാണുക. ഞാൻ കണ്ടിട്ടുള്ള കേരളത്തെ മെച്ചപ്പെട്ടാണ് UP. നീ തന്തയ്ക്ക് പിറന്നവനല്ല മോനെ, തന്തേര തന്തയ്ക്ക് പിറന്നവനാ. പറയുന്ന UP യോഗി ആദിത്യനാഥിന്റെ വികസനത്തിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഈ 2-3-4 ദിവസം മുമ്പാണ് അവിടുത്തെ ഒരു സ്കൂളിലെ മിഡ് ഡേ മീല് ഒരു മഞ്ഞ വെള്ളവും ഒരു കരിഞ്ഞ റൊട്ടിയും. കേരളത്തിലെ ഏറ്റവും മോശം സ്കൂളിന്റെ നിലവാരവും ഇല്ല അവിടുത്തെ ഏറ്റവും മികച്ച സ്കൂളിന്. നിങ്ങൾ ഏത് കാര്യത്തിലാണ് UP ഏത് കാര്യത്തിലാണ് നിങ്ങൾ കേരളമായിട്ട് കമ്പയർ ചെയ്യുന്നത്? ഇത് പ്രശ്നം. നിങ്ങൾ വികസനം എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഇത് കോൺഗ്രസിന്റെ ഒരു ഭാരവാഹിക്ക് അതേ കാണാൻ പാടുള്ളൂ, പറയാൻ പാടുള്ളൂ. പറയൂ. ഞാൻ ചോദിക്കുന്നത് എന്താണ് കേരളമായിട്ട് വിദ്യാഭ്യാസ രംഗം, ആരോഗ്യ രംഗത്ത്, ഏത് രംഗത്താണ് നിങ്ങൾ പറയുന്നത്? പറഞ്ഞോട്ടെ. ഈഗോ തലയ്ക്കാത്തായ അല്ലേ, അത് ഈ സമയത്ത് വായിക്കാത്ത കുത്തിക്കേറ്റാ നോക്കല്ലേ. 24 ന്യൂസ് ആണെന്ന് പറഞ്ഞിട്ട് ഞാൻ രണ്ടുപേരെ വിളിച്ചോണ്ട് വന്ന് നിങ്ങളുടെ കക്കൂസ് കൊണ്ട് കാണിച്ചിട്ട് ഇതാണ് 24 ന്യൂസ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഓരോ പ്രദേശം, ഇപ്പം ക്ലിഫ് ഹൗസിൽ താമസിക്കുന്ന മുഖ്യമന്ത്രിയുണ്ട്, യൂസഫ് അലി താമസിക്കുന്ന പ്രദേശമുണ്ട്. ഞാനിപ്പോ ഈ അടുത്ത സമയത്ത് ഒരു പാവങ്ങൾക്ക് വീട് വെച്ച് കൊടുത്തു. 7 പെണ്ണുങ്ങൾ ഒരു ചെറ്റക്കുടിയിൽ കിടക്കുക. ഞാൻ ക്യാമറയെ കൊണ്ടുപോയിട്ട് ഇതാണ് BD സതീശന്റെ കേരളം എന്ന് പറഞ്ഞിട്ട് തൃക്കാക്കരയിൽ 7 പേർ താമസിക്കുന്ന ഒരു ഷെഡ് കാണിച്ചു കൊടുത്തിട്ട് നിങ്ങളുടെ പ്രശ്നം. ഞാനെല്ലാം കാണും, കാണും, കണ്ണു തുറന്ന് കാണും. എന്താണ് ബുദ്ധി ഈ തല വെളി കാണിച്ച് അടക്കല്ലേ അതിനാണ് കേന്ദ്ര സർക്കാരിന്റെ ഒഫീഷ്യൽ കണക്കുകളുള്ളത്. അതിന് നീതി ആയോഗ് എന്നാണ് പറയുക, പല സൂചികകളാണ് പറയുക. ആ സൂചികകൾ പ്രകാരം ഏതെങ്കിലും ഒരു സൂചികയിൽ ഏതെങ്കിലും ഒരു BJP സംസ്ഥാനം കേരളത്തിന്റെ ആവർജനേക്കാൾ മുകളിലുള്ള പറ, ഒറ്റ ഒരു സംസ്ഥാനം പറ. ഒന്നുമില്ല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. അതാണ് ഡെവലപ്മെന്റ്. അപ്പൊ 1990 സാക്ഷരത എന്താ കേരളത്തിലെ? എത്രാന്ന് പറ. എന്താ പറ? ഒരു കണക്ക് ചുമ്മാ ഗൂഗിളിൽ നോക്കിട്ട് പറഞ്ഞു. 2026 നിൽക്കുന്നത്. ഞാൻ പറഞ്ഞത് 90 സംസാരിക്കുക. 90 കാര്യമായിട്ട് പറഞ്ഞുണ്ട്. സാക്ഷരത തന്നെയാണെന്ന് ഇന്നും ഉള്ളത് ഇവിടെ കേരളത്തിൽ വികസിത ശിശു ജനന മരണ നിരക്ക് തന്നെയാണ് കാരണം ഇവിടുത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ അമ്മമാരുടെ ചിന്തകൾ മുതൽ എല്ലാം ഡെവലപ്ഡ് ആണ്. ചിന്തകൾ ഡെവലപ്ഡ് ആയിരുന്നു. ഞാൻ പറഞ്ഞോളൂ, ചിന്തകൾ അങ്ങനെ ഡെവലപ്ഡ് ആയ ഒരു കേരളത്തിൽ ഒരൊറ്റ സൂചിക പറ. ഞാൻ അതാ പറഞ്ഞ നീതി ആയോഗ് സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ിന്റെ കണക്കിലെ സൂചിക വെച്ചിട്ട് ഹാഷ്മിക്ക് ഒരു കുട്ടി ഉണ്ടായാൽ ഈ കുട്ടിയെ പഠിപ്പിക്കാൻ ഹാഷ്മി കേരളത്തിലെ ഏത് സ്ഥാപനം തെരഞ്ഞെടുക്കുമെന്ന് പറ. UP 1989 വരെ ഭരിച്ച കോൺഗ്രസ് ആണല്ലോ. അല്ലാതെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ BJP വന്ന് ഈ നിങ്ങളിപ്പോ VD സതീശൻ വന്നിട്ട് 2 മാസമേ ആയുള്ളൂ. വികസനത്തിന്റെ പേരിലാണ് വികസനം എന്ന് പറയുന്നത്. അടിസ്ഥാന ഞാൻ പറഞ്ഞോട്ടെ, BJP വികസനം എന്താ? കണ്ടോളൂ, ഇതാണ് ആ രേഖ. എന്റെ പൊന്നു കാശ്മീർ, അത് 1, 2, 3, 4, 5 കണക്കുകൾ നിരത്തി പറയണോ? ഇതാണോ ഞാൻ നിങ്ങളുടെ എന്താ പറയുക? കേരളത്തിൽ കഴിഞ്ഞ 25-30 വർഷക്കാലമായിട്ട് നമ്മൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സർക്കാർ ഇപ്പൊ സ്മാർട്ട് സിറ്റി പദ്ധതി 2004 ഉമ്മൻചാണ്ടി കൊണ്ടുവന്നു. ഇവിടെ ചെയ്യാൻ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ സമ്മതിച്ചോ? അത് വേറെ കാര്യല്ലേ.
ഞാൻ ഇത് എനിക്കതാണ് ആവശ്യം. കേരളത്തിന്റെ സ്റ്റാൻഡേർഡ് ഉണ്ട്. കേരളത്തിന്റെ ആവശ്യം ശൗചാലയമല്ല. ദേശീയപാത എന്നാ വന്നത്? കേരളത്തിന്റെ ആവശ്യം ശൗചാലയമല്ല. അതിനേക്കാൾ മികച്ചപ്പെട്ട ആവശ്യങ്ങൾ കേരളത്തിലുണ്ട്. അതിന്റെ ഫണ്ട് നമുക്ക് വേണം. അത് നമുക്ക് കിട്ടുന്നില്ല. വേറെ കാര്യം, അതൊക്കെ വേറെ കാര്യം. പക്ഷെ കേരളത്തിന്റെ ആവശ്യം ശൗചാലയമല്ല. നമ്മുടെ ബാൻഡ് മുകളിലാണ്. ഞാൻ പറഞ്ഞോട്ടെ, കോൺഗ്രസ് ഇത്രയും വർഷക്കാലം ഭരിച്ചിട്ട് ഈ രാജ്യത്തുള്ള ദേശീയപാതകൾ, ഈ രാജ്യത്തുള്ള വിമാനത്താവളങ്ങൾ, ഈ രാജ്യത്തെ ടോട്ടൽ ഇൻഫ്രാസ്ട്രക്ചറുകൾ, ഈ രാജ്യത്ത് സംഭവിക്കപ്പെട്ട ഇന്റർനാഷണൽ, അതായത് ലോക കോർപ്പറേറ്റുകൾ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്ത പൈസകൾ ഉൾപ്പെടെ എല്ലാം എടുക്കാം. ഞാൻ ഒന്നാമത്തെ കാര്യം, ഇതെന്താ പ്രശ്നം വെച്ചാൽ, എനിക്ക് നിങ്ങൾ എന്നെ പിടിച്ച് BJP, ഞാനിത് മിണ്ടാതിരിക്കുന്നതാ. എനിക്ക് BJPയുടെ വക്താവാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾ എന്നെ കൊണ്ട് പറയിപ്പിച്ചാൽ ഞാൻ BJPയുടെ വക്താവിനെ പോലെ സംസാരിക്കേണ്ടി. ഞാനൊരു എന്റെ പിള്ളേർക്ക് അച്ഛനില്ലാണ്ടാക്കരുത്. ഒരു നിഷ്പക്ഷനായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. നമ്മൾക്ക് ഇവിടെ വേണ്ടത് വരണം.